അത് ഭയങ്കര പാടാണ് തുറക്കുന്നത്. തുറന്നു നോക്കട്ടെ. ഇവിടെ ചെയ്യണം. അയ്യോ, എന്താണ് ചെയ്യണ? മതീന്ന് എന്തിനത്? എനിക്ക് കൊറേ വേണം. അയ്യോ, തണുത്തിട്ടും വയ്യ മനുഷ്യന്. മതി. ഇതെന്ത് ചെയ്യാനാ? കറി വെക്കാനാ? കറി വെക്കണം. ഇതേ അകത്തേക്കൊക്കെ കയറുന്നേ മഞ്ഞ്. ഇങ്ങോട്ട് അടിക്കണം, കാറ്റടിക്കണം. ഇത് കണ്ട മഞ്ഞാണ്, മുള്ളു മഞ്ഞ്. ഫുള്ള് വണ്ടികളൊക്കെ മഞ്ഞിൽ പൊതച്ചു. പക്ഷേ ഈ ബുദ്ധിമാനായ നമ്മുടെ വണ്ടി കേട്ടോ കവർ ചെയ്തിട്ടതായിരുന്നു. ഇപ്പോൾ കവറൊക്കെ ആകെ പറന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇനി താഴെ പോയി അതൊന്നും നേരെയാക്കാൻ പറ്റണില്ലെന്നേ, അത്രക്ക് മഞ്ഞാണെന്ന്. തണുത്തിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കണോടത്തൊക്കെ ഇങ്ങനെ മഞ്ഞാ കണ്ട. അയ്യോ കണ്ട, ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയത്, അല്ലെങ്കിൽ നിൽക്കാനേ പറ്റൂല. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ന്യൂജേഴ്സിയിലാണ്. ഇവിടെ അതിശക്തമായിട്ടുള്ള മഞ്ഞും കാറ്റും ഒക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഭയങ്കര അലർട്ടൊക്കെയാണ്. അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാറ്റും മഞ്ഞൊക്കെ വരും. എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് ജാഗ്രത. ജാഗ്രതയോടുകൂടി വീട്ടിൽ തന്നെ ഇരിക്കുക, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം അത്രക്ക് കാറ്റാണ്, നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണത്. അപ്പോൾ അതനുസരിച്ച് ആരും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് എന്തൊരു തിരക്കായിരുന്നു എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനായിട്ട് ആൾക്കാർ. കാരണം രണ്ട് മൂന്ന് ദിവസം ഒന്ന് പറയണത് എങ്ങനെയെന്നൊന്നും ഒരു ഉറപ്പില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇപ്പോൾ ഇന്ന് വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്താണ്, 6 മണിക്കെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്താണ്ട് ഈ മഞ്ഞും കാറ്റും ഇതുവരെയും നിന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഞാനെന്താ ഇപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. താഴേക്കൊന്നും പോകാൻ ഒരു നിർവാഹവും ഇല്ല കേട്ടോ. കാരണം ഇങ്ങനെ മഞ്ഞ് ഭയങ്കര കട്ടിക്കാണ് കൂടിയേക്കണത്. അപ്പം നമ്മുടെ കാലൊക്കെ ഇങ്ങനെ പൂണ്ടു പോകും. മാത്രമല്ല കാറൊക്കെ നോക്കിയാൽ മുക്കതും ആ ടയറ് വരെയും ഇങ്ങനെ മഞ്ഞിതായി ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ വണ്ടി മാത്രം ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു മഞ്ഞില്ലാതെ കിടക്കണം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞ് വീഴാതിരിക്കാൻ. പക്ഷേ ഭയങ്കര കാറ്റാണല്ലോ. അപ്പോൾ ഈ കാറ്റത്ത് ഈ സാധനം ഇങ്ങനെ പറന്ന് ഇങ്ങനെ വീഴാറായി നിൽക്കുക. നമ്മൾ ഇടയ്ക്ക് പോയി നോക്കിയിട്ട് അതൊന്ന് ശരിയാക്കി ഇടാം. പക്ഷേ തണുപ്പടിച്ചിട്ടേ കാല് മരവിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ ആ വണ്ടി ഫുള്ള് ഇതേമാതിരി മൂടും. അപ്പോൾ നോക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമെന്ന്. ഇറങ്ങാൻ പറ്റുള്ളന്നേ, നല്ല കാറ്റാ. ആ ലേഡി എന്താണെന്നാവും ആ പട്ടിക്കുട്ടീനായിട്ട് ഇറങ്ങിയത്. എങ്ങനെ ഇറങ്ങിയെന്ന് എനിക്കൊരു എത്തും പിടിയില്ല. എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കൈയും കാലൊക്കെ മരവിച്ചിട്ട് ഒരു രക്ഷയില്ല. ജാക്കറ്റൊക്കെ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണെന്നേ, കാറ്റും മഞ്ഞും. ഞാനതാണ് ഈ ജാക്കറ്റും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കണത്. എൻ്റെ താഴെ തന്നെ എത്ര ജോഡി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്നാണ്, എന്നാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റണത്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രക്ക് തണുപ്പാണ്, മരവിച്ച് പോകണം. ഇപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ പതുക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് ലൈവിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. രാവിലെ തന്നെ ഇറങ്ങി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എങ്കിൽ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ഉച്ച ടൈമിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. ഉച്ചയായിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെപ്പോൾ തീരുമെന്നൊന്നും ഒരെത്തും പിടിയില്ല കേട്ടോ. നാളെ എന്തായാലും സ്കൂളിന് അവധി കൊടുത്തിട്ടുണ്ട്, തിങ്കളാഴ്ച. നാളെയും ഇന്നും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. മഞ്ഞൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. മഞ്ഞും ഈ കാറ്റാണ് ഒരു രക്ഷയില്ലാത്തത്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഈ മഞ്ഞ് വീഴാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെയാണ് മഞ്ഞ് വീണ് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. കാരണം അവർക്ക് ഈ മഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഞ്ഞൊക്കെ പെയ്യണോണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നിർത്താതെ മഞ്ഞ് വീണത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. ഇത് 10 വർഷത്തിലൊരിക്കലാണ്ട് ഇത്രക്ക് ശക്തമായിട്ടുള്ള മഞ്ഞും കാറ്റും വരണേന്നാണ് പറയണത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഇനിയിപ്പോൾ അകത്തേക്ക് കയറണം. ഇപ്പോൾ അധികം നേരം ഇവിടെ നിന്നാലേ പറ്റൂല, ഭയങ്കരമായിട്ട് തണുത്തിട്ട് പറ്റുള്ള. അകത്തേക്ക് പോവാല്ലേ. അയ്യോ, ഷൂവും ഒക്കെ മഞ്ഞിൽ കുളിച്ചല്ല, ഡ്രസ്സും ഒക്കെ. ജാക്കറ്റ് ഇവിടെ ഊരിടേണ്ടി വരും. തള്ളി തുറക്കും, കാറ്റ് അത്രക്ക് കാറ്റാണ്. ചിലപ്പോൾ ഇതേ പുറത്തേക്ക് തള്ളി വരും. ഇവിടെ അതിൻ്റെ അകത്ത് ഹീറ്ററിൽ വന്നപ്പോഴത്തേനൊക്കെ ഫുള്ള് വെള്ളമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനെ മോനും ഹസും കൂടി പോയിട്ട് താഴെ ഇങ്ങനെ ഷീറ്റ് ഫുള്ള് കാറിലിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് ഇത് മര്യാദക്കൊന്ന് പിടിച്ചിടാൻ പോലും പറ്റണുണ്ടായിരുന്നില്ല. അവർ കുറേ നേരം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചിട്ടൊന്നും അത് വന്നില്ല കേട്ടോ. എവിടെയോ സ്റ്റക്കായി കിടക്കുകയാണ്. പിന്നെ അവിടെ നിന്നത് മര്യാദക്ക് ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ ക്ഷമ നശിച്ച് പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ച് അത് ഊരി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിടത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ. പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ആ ഗ്ലാസ് മാത്രം കവർ ചെയ്യണ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അത് പോയി ഇടുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ ഗ്ലാസ് കവർ ചെയ്തില്ലെങ്കിലേ ഗ്ലാസ്സിലും കൂടി മഞ്ഞ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോയിട്ട് ഗ്ലാസ് കവർ ചെയ്ത് ആ ഒരു ഷീറ്റ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് മര്യാദക്ക് അവിടെ കെട്ടി വയ്ക്കാൻ പറ്റണ്ടേ. ആ ഒരു മഞ്ഞത്ത് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര കാറ്റാണെന്നേ, തണുത്തിട്ട് ഇങ്ങനെ വിറച്ചിട്ട് വയ്യായിരുന്നു. ഇതാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് അവർ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ എന്ന് പറയണത്. ഇന്ന് തിങ്കളാഴ്ച ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് അറിയേണ്ടേ. അപ്പോൾ ഞാൻ ഇതും കൂടി ഷൂട്ട് ചെയ്തിട്ട് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആയപ്പോഴത്തേനും ഏകദേശം മഞ്ഞക്കൊരു കെട്ടടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലേക്കാണ് വന്നേക്കണത്. അത്യാവശ്യം വെയിലൊന്നുമില്ല, എന്നാലും നല്ല തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതേ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്തൊക്കെയാണ് അവസ്ഥ. തണുക്കണ്ടോ? ഷൂ ഇട, നീ ഷൂ ഇടാതെ. അയ്യോ, ഷൂ ഇടാതെ ആരെങ്കിലും ഇറങ്ങുമോ? നോക്കിക്കണ്ടേ, ഓരോരുത്തർ ഇങ്ങനെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യണ കാഴ്ചയാണല്ലോ താഴെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ നടക്കണ വഴിയിലൊക്കെ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി വന്ന് ക്ലീൻ ആക്കിയേക്കണതാണ്. അപ്പോൾ ഇന്ന് എത്ര കട്ടിയിലാണ് മഞ്ഞ് പെയ്തേക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ നോക്കിയേ, ഇത്രയും കട്ടിക്കാണ് മഞ്ഞ് പെയ്തേക്കുന്നത്. അതേ നമ്മുടെ വണ്ടി. നമ്മുടെ ഈ ഭാഗത്ത് മാത്രം അധികം മഞ്ഞ് അങ്ങനെ വീണിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഈ സൈഡിൽ നിന്നാണ് ഇങ്ങനെ കാറ്റടിക്കണതേ. അപ്പോൾ അതാണെന്ന് തോന്നണം. എന്തായാലും എല്ലാവരും അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്നു. മൊത്തത്തിലൊരു ക്ലീനിങ്ങാണ് ഇവിടെ നടക്കുന്നത്. അയ്യോ, പാത്തു എന്താ ചെയ്യണേ? തണുക്കും പാത്തു. തണുക്കണില്ല. ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഇങ്ങനെ മഞ്ഞൊക്കെ പേണ കൊണ്ടിട്ട് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ എപ്പോഴും മഞ്ഞായതുകൊണ്ടേ മഞ്ഞ് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അതുകൊണ്ടിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പം നമ്മൾ താമസിക്കണ ഭാഗത്തെ കാര്യങ്ങളാണ് എനിക്കറിയാവുള്ളൂ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും മഞ്ഞ് പെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് പെയ്തല്ലോ. അവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. കറണ്ടില്ല, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ പൊട്ടി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ ഇത് പെയ്യാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ. പിന്നെ വേറെ പല സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യണേ എന്നൊക്കെയാണ് കേട്ടോ നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളല്ലേ കൂടുതൽ അറിയാവുള്ളൂ. ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇതാണ്.
ഇവിടെ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ. എന്നാലും ചിലപ്പോൾ പെയ്യുമായിരിക്കണം. കാരണം ഇന്നലത്തെ പോലെ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ടുള്ള ഒരു മഞ്ഞ് പെയ്ത്ത് ഇന്ന് കണ്ടില്ല. അങ്ങനെ ചെറുതായിട്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെയ്യുമായിരിക്കും. കുറച്ച് നേരം ഒന്നും ഇപ്പോൾ ഈ കാണുന്ന പോലെ ആവില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും തണുപ്പ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നമുക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാത്ത കാരണം കൈയൊക്കെ മരവിച്ച് ഇങ്ങനെ പോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മാറി മാറിയാണ് മൊബൈൽ പിടിക്കണത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും ബാൽക്കണിയിൽ നിന്ന് ഇന്നലെ ഒരു വീഡിയോ എടുത്തല്ലോ, അപ്പോൾ ഇന്നിപ്പോൾ താഴെ വന്ന് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇതിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവുമായിരിക്കും ഈ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും ഇതേപോലെ മഞ്ഞ് പെയ്യുമെന്നൊക്കെയാണ് പറയണത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയില്ല. മഞ്ഞ് കാറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറക്കണ്. അപ്പോൾ എൻ്റെ 1-2 വീഡിയോസുകളൊക്കെ ഈ മഞ്ഞ് വരണേന് മുമ്പ് എടുത്തു വെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വിവരങ്ങളൊക്കെ ഞാൻ അതിലൂടെ കാണിച്ചിട്ടുണ്ട്. കാറ്റടിക്കുമ്പോഴാണെന്നേ ഒരു രക്ഷയില്ലാത്തത്. ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സേഫായിട്ട് ഇരിക്കുക എന്നൊക്കെ. അപ്പോൾ അതിന് വളരെയധികം താങ്ക്സ് പറയുന്നു എല്ലാവരോടും. എടുത്താ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് എടുത്താ? അവിടെ ആ സൈഡ് ഒത്തിരി മഞ്ഞ് കുറവുണ്ട്, നടക്കാനുള്ള വഴിയുണ്ടെന്ന് തോന്നണം. അതിലാ ഇറങ്ങ. ഓ കൈയൊക്കെ മരവിച്ചു. അധികം സോഫ്റ്റ് അല്ല, എന്നാലും അലിച്ചും കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. പേര് കണ്ട മൊത്തത്തിലൊരു ക്ലീനിങ് ആണ് ഇവിടെ നടക്കണം. എല്ലാവരും വണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നമുക്ക് വണ്ടിയിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ വന്നാണ്. വേഗം എടുക്ക്, കയറാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിലേക്ക്? കാല് പൂണ്ടുപോയി. അയ്യോ, ഈ കാലിന് എത്ര ഹൈറ്റിലാണല്ലേ മഞ്ഞ് വന്നേക്കണത്. അയ്യോ, നീ അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റും. ആ വണ്ടിയുടെ ഉള്ളൊക്കെ മഞ്ഞ് ഇതാവും. പാത്തു വേണ്ടിട്ട വീഴും നീ. എൻ്റെ പൊന്നെ വീഴും. ഡോറടക്കാൻ പറ്റുമോ? നീ എന്തിനാ അതൊക്കെ പറിച്ചെടുക്കണേ? വേണ്ട പാത്തൊന്ന് പോവാ, നമുക്ക് പോ. റൂമിലേക്ക് പോന്നു. പിന്നെ എൻ്റെ കൈയൊക്കെ മരവിച്ചു. അവിടെയൊക്കെ ആളുകൾ വണ്ടി ക്ലീൻ ചെയ്യണുണ്ടോ എല്ലാവരും. ചില്ല ഐസും ചില്ല് എന്ത് കാണാ? ഞാൻ നേരത്തെ കാണിച്ചാണ്. കാല് താഴും, നല്ല താഴ്ച. സ്വിമ്മിംഗ് പൂളിൽ മുങ്ങണം. നമ്മള് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങില്ല, അതേപോലെ മഞ്ഞിൽ മുങ്ങാൻ പറ്റും. എൻ്റെ പൊന്നെ കാലൊക്കെ താന്നു പോണു. താന്നു പോലും വേണ്ടില്ല, വീണാല ചെങ്കട്ടി വീഴും. എന്തിന്? വെറുതെയാ? അതെ, നിങ്ങൾക്ക് ഇതൊക്കെ രസമായിരിക്കും. ഞാൻ പോവാട്ടോ, എനിക്ക് തണുത്തിട്ടും വയ്യ. കണ്ട വീണണ്ട, അതാ പറഞ്ഞ ഇങ്ങോട്ട് ബാക്കി കയറി. അയ്യോ, എൻ്റെ കൈ മരവിച്ചു. എന്തായാലും ഞങ്ങൾ ഇനി റൂമിലേക്ക് പോയിണ്. എൻ്റെ കൈയൊക്കെ മരവിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മഞ്ഞിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കിട്ടാ. അയ്യോ, ഒന്ന് തുറയാത്തേ, എടുത്ത് തുറക്കടി, ഡോറ് തുറക്ക്. അപ്പം പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. ഓ, ഇപ്പോഴൊരാശ്വാസം. ഇതിൻ്റെ ഉള്ളിൽ ഹീറ്ററുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലേ
ഒരു സമാധാനമാവും. അയ്യോ, റൂമിൽ പിന്നെ ഫുള്ള് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വലിയ തണുപ്പൊന്നും അങ്ങനെ പ്രശ്നമില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം.